സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന് നമ്മുടെ സ്വൽപ്പം എന്തിന് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണോ? ദൈവത്തിനെന്ന് പറഞ്ഞ് കൊടുക്കുന്നതും വാങ്ങുന്നതും വാസ്തവത്തിൽ ദൈവത്തിന് തന്നെയാണോ എന്ന് ചിന്തിക്കുന്നതും നല്ലതല്ലേ? അതുതന്നെ ചിന്തിക്കാം. എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് മനുഷ്യരുടെ ദാനധർമ്മങ്ങൾ കൊണ്ടാണല്ലോ. അതിനായി ഈ മതനേതാക്കന്മാരെല്ലാം പറയുന്നത് ആരെങ്കിലും അവർക്ക് നൽകുമ്പോൾ അത് ദൈവത്തിനാകുന്നു നൽകുന്നത് എന്നത്രേ. കേട്ടിട്ടില്ലേ? മാത്രമല്ല, അങ്ങനെ നൽകുന്നവരെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും എന്നും പറയും. ഇതിലേതോ ഒരു പന്തികേട് പോലെ തോന്നാറില്ലേ? ഒന്നാമത്, ഈ സംഭാവനകൾ ലഭിക്കുന്നവരും ഇവ കൈകാര്യം ചെയ്യുന്നവരും ഒട്ടുമുക്കാലും സത്യസന്ധതയോടെ അല്ല അത് ചെയ്യുന്നത്. പിന്നെ ശല്യമൊഴിയുവാനും അധികം അനുഗ്രഹം ലഭിക്കുവാനും മനസ്സില്ലാ മനസ്സോടെ നമ്മളൊക്കെ മതത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കും കൊടുക്കുന്നു. ക്രിസ്തീയ ദാനത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് വാസ്തവത്തിൽ പഠിപ്പിക്കുന്നത്? ഒന്നാമത്, ബൈബിൾ പഠിപ്പിക്കുന്നത് സകലത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവമാകുന്നു എന്നത്രേ. മനുഷ്യരായ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഓരോന്നിൻ്റെയും കാര്യവിചാരകന്മാർ മാത്രമാണ്, ഉടമസ്ഥരല്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വകകൾ ദൈവഹിതപ്രകാരം നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണം. ബാക്കിയുള്ളത് ദൈവനാമ മഹത്വത്തിനായി ആവശ്യത്തിലിരിക്കുന്നവരുമായി പങ്കിടുക. ഇതത്രേ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇവിടെ നാം ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാന സത്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ഒന്ന്, നാം നമുക്കായി ചെലവഴിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചായിരിക്കണം. കാരണം ഉടമസ്ഥൻ ദൈവമാണ്. രണ്ട്, നാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായിരിക്കണം. നിങ്ങൾക്കറിയാമോ, ദൈവം മഹത്വപ്പെടുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ ആത്മരക്ഷയിലും ആത്മീയ വളർച്ചയിലുമാകുന്നു. ആയതിനാൽ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വകകൾ നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആയതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ ആത്മീയമായി വളരണം. അങ്ങനെ ദൈവം മഹത്വമെടുക്കും. അല്ലാതെ പുണ്യം കിട്ടുവാനോ മറ്റുള്ളവരുടെ തെറ്റായ ചെയ്തികളെ പ്രോത്സാഹിപ്പിക്കുവാനോ ആകരുത് നാം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് ഇതേക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവൻ മക്കദോന്യയിലെ സഭകളെക്കുറിച്ചാണ് 8-ാം അധ്യായത്തിൽ, അതായത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ സംസാരിക്കുന്നത്. ദാരിദ്ര്യത്തിൽ പോലും സന്തോഷത്തോടെ കൊടുത്തവർ, സമൃദ്ധിയായി കൊടുത്തവർ, ഔദാര്യമായി കൊടുത്തവർ. അതാണ് മാതൃക. അതാണ് ക്രിസ്തീയ ദാനധർമ്മം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി കൊടുത്തു എന്നവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ദൈവനാമ മഹത്വത്തിനായി അവർ കൊടുത്തു. നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വകകൾ നാം ഈ പറഞ്ഞതുപോലെയാണോ ചെലവഴിക്കുന്നത്? അതോ എൻ്റേതാണ്, എനിക്ക് തോന്നുന്നത് പോലെ ആകാം എന്ന് ചിന്തിച്ചാൽ ഒരിക്കൽ സകലത്തിൻ്റെയും കണക്ക് നാം ദൈവത്തിന് കൊടുക്കേണ്ടതായി വരും. അന്ന് ലജ്ജിക്കേണ്ടി വരരുത്. ഇന്നത്തെ നമ്മുടെ ഭാഗം തന്നെ നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളാണ് ക്രിസ്തീയ ദാനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. വളരെ ശ്രദ്ധയോടെ നമുക്ക് പഠിക്കാം. ക്രിസ്തീയ ജീവിതം എന്ന വിഷയത്തിൽ നിന്നും ക്രിസ്തീയ ദാനം എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ, ക്രിസ്തീയ ഔദാര്യത്തിൻ്റെ മാതൃക. ക്രിസ്തീയ ജീവിതം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ക്രിസ്തീയ ഔദാര്യം. ഇത് പലപ്പോഴും നാം വിട്ടുകളഞ്ഞു. അതിന് വേണ്ടത്ര വില നാം നൽകിയില്ല. 8ഉം 9ഉം അധ്യായങ്ങളെ ഇപ്രകാരം തരംതിരിക്കാം. 1, ക്രിസ്തീയ ഔദാര്യത്തിൻ്റെ മാതൃക, 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ. അതിനുള്ള ആഹ്വാനമാണ് 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അതിൻ്റെ വിശദീകരണമാണ് 8-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇനിയും 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ
അതിനുള്ള പ്രോത്സാഹനം നാം കാണുന്നു. ക്രിസ്തീയ ഔദാര്യത്തിൻ്റെ മാതൃക, ആഹ്വാനം, വിശദീകരണം, പ്രോത്സാഹനം. ഓർത്തിരിക്കാമല്ലോ. ദൈവവചനം ശരിയായ രീതിയിൽ ശുശ്രൂഷിക്കുന്ന ഒരു സഭ ഔദാര്യമായി കൊടുക്കും. അതിന് പ്രത്യേക നിർബന്ധമോ പദ്ധതികളോ ആവശ്യമില്ല എന്ന് നാം ഓർക്കണം. ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ഞാൻ ഇതുവരെ അധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാസ്തവമാണ് ഞാനീ പറഞ്ഞത്. അനേകർ എന്നോട് എഴുതി ചോദിക്കാറുണ്ട്, തങ്ങളുടെ പണം എവിടെ ഏൽപ്പിച്ചാൽ അത് ശരിയായി വിനിയോഗിക്കുമെന്ന്. തക്ക സ്ഥാനങ്ങളെ കാണിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട്. ഞാൻ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭാരത്തോടെ ചിന്തിക്കുകയും ചെയ്യാത്തവർ അതിനെ സാമ്പത്തികമായി സഹായിക്കരുതെന്ന്. നാം അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, അതെ, ഇപ്പോൾ ഈ കേൾക്കുന്ന വചനം താങ്കൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടി നൽകുവാൻ നാം വേണ്ടത് ചെയ്യണം. അങ്ങനെ നാം ചെയ്യും. വേണ്ട വിധത്തിൽ ദൈവവചനം പഠിപ്പിക്കാത്തതാണ് ഇന്ന് സഭകൾ അഥവാ സംഘടനകൾ പണമുണ്ടാക്കുവാൻ പല വിധത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരുന്നത്. ലോകത്തിൻ്റേതായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് അനേകരും പണമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാമില്ലേ? വേദപുസ്തകത്തിൽ ഈ 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങൾ ക്രിസ്തീയ ദാനത്തെപ്പറ്റി വേണ്ട വിധത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നാം അറിയേണ്ടത് മുഴുവൻ ഇവിടെ ഉണ്ട് എന്ന കാര്യം ഓർക്കുക. കൊടുക്കുന്നതിന് പ്രത്യേകമായ നിയമങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ചില പ്രമാണങ്ങളുണ്ട്. ദശാംശം കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. നല്ല കാര്യം, അങ്ങനെ ചെയ്തു. പക്ഷേ ഇന്നത്തേക്കുള്ള നിയമം, അതായത് പുതിയ നിയമ വിശ്വാസികൾക്കുള്ള നിയമം ദശാംശത്തിൻ്റേതല്ല. അത് ഒരു പ്രമാണമായി കരുതി അനുകരിക്കാം. അത് നമുക്ക് ഒരു അച്ചടക്കത്തിനും ഒരു ചിട്ടയ്ക്കും ഉള്ള ഒരു മാർഗമായി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നാൽ അത് പുതിയ നിയമ പ്രമാണമല്ല. ഈ 8-9 അധ്യായങ്ങളിൽ പ്രാമുഖ്യമുള്ള വാക്ക് കൃപ എന്നതാണ്. കൃപ 8-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 9-ാം അധ്യായത്തിൽ 3 പ്രാവശ്യവും. കൊടുക്കുന്നതിലുള്ള കൃപ എന്നതാണ് വിഷയം. കൊടുക്കുവാൻ നമുക്ക് കൃപ വേണോ? തീർച്ചയായും. നാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വകകളിൽ നിന്നും ദൈവവേലയ്ക്ക് കൊടുക്കുവാൻ നമുക്ക് കൃപ വേണം. ആ കൃപയ്ക്ക് വേണ്ടി നാം അപേക്ഷിക്കേണ്ടതാണ്. 8-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുത്തുവെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വാക്യം നോക്കിക്കാട്ടെ. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കൃപ എന്ന വാക്കിന്മേൽ അല്പസമയം ചെലവിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാകുന്നു. 1-ാമത്തെ വാക്യത്തിൽ തന്നെ നാം അത് കാണുന്നു. 4-ാം വാക്യത്തിലും അത് ആവർത്തിച്ചിട്ടുണ്ട്. സ്വമേധയായി കൊടുത്തു എന്നത് കൃപയെ സൂചിപ്പിക്കുന്നു. 6-ാം വാക്യത്തിലും കൃപയെക്കുറിച്ച് സൂചനയുണ്ട്. മക്കദോന്യക്കാർക്ക് ലഭിച്ച ദൈവകൃപ കൊരിന്ത്യർക്കും ലഭിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. യോഗ്യതയില്ലാത്തവർക്ക് ലഭിക്കുന്നതാണ് ദൈവിക കൃപ എന്ന് വേദപണ്ഡിതന്മാർ നിർവചിക്കുന്നു. യോഗ്യതയില്ലാത്തവർക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതിന് ഇവിടെ കുറെ കൂടി അർത്ഥവ്യാപ്തിയുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ദൈവം കാണിക്കുന്ന ആ അത്യന്ത ആവേശമാണ് കൃപ. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിൻ്റെ എല്ലാ നന്മകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ദൈവം കാണിക്കുന്ന അത്യന്ത ആവേശം, അതാണ് കൃപ. നന്മകളാൽ നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. നിങ്ങളെ ഉന്നതരും ശ്രേഷ്ഠന്മാരുമാക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. അവൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലാക്കുവാൻ ദൈവം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു. എഫേസ്യ ലേഖനത്തിൽ നാം വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. നാം നഷ്ടപ്പെട്ടു പോയ പാപികളായിരുന്നു. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവത്തിന് സമർപ്പിക്കുവാൻ നമ്മുടെ കൈവശം ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ കൃപയാൽ നമ്മെ രക്ഷിച്ചു. നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അവൻ നമ്മെ സ്നേഹിച്ചു. അവിടുന്ന് വിശുദ്ധനാകയാൽ പാപികളായ നമ്മെ ഉടനടി രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അതിന് ഒരു വഴി തുറക്കേണ്ടതായി വന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചു. ദൈവം സ്വീകരിക്കുന്ന വഴിയിലല്ല, കൊടുക്കുന്ന വഴിയിലത്രേ. അതെ, അത് നാമും വ്യക്തമാക്കേണ്ടതത്രേ.
ഇത് എപ്പോഴും നാം ഓർക്കണം. ദൈവം സാധുവാണെന്നും നമ്മുടെ ഔദാര്യ ദാനങ്ങൾ അവന് ആവശ്യമുണ്ടെന്നും ചിന്തിക്കുന്നവർ കണ്ടേക്കാം. അത് ശരിയല്ല. ദൈവം സാധുവല്ല, ദരിദ്രനല്ല. നമ്മുടെ ദാനങ്ങൾ അവൻ ആവശ്യവുമില്ല. 50-ാം സങ്കീർത്തനം 10 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവ. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. കൊടുക്കുന്നത് ഒരു കൃപ ആയി ആദ്യ നൂറ്റാണ്ടിലെ സഭ കരുതിയിരുന്നു. ദൈവത്തിൽ നിന്നും ദാനമായി പ്രാപിച്ച ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുക. എത്ര സന്തോഷമില്ലേ? ഒരു പ്രാദേശിക അവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത് എന്നോർക്കണം. അതെന്താണെന്നറിയാമല്ലോ? ഞാൻ പറയാം. സുവിശേഷ പ്രചരണം ആരംഭിച്ചത് യെരുശലേമിലുള്ള സഭയായിരുന്നു. കർത്താവും ശിഷ്യന്മാരെ ഉത്ബോധിപ്പിച്ചത് യെരുശലേമിൽ തുടങ്ങി ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുക എന്നായിരുന്നല്ലോ. അപ്പോസ്തലന്മാരും യെരുശലേമിനെ അധികം സ്നേഹിച്ചിരുന്നു. പീഡനം ആരംഭിക്കുന്നതുവരെ അവർ കൈകോർത്ത് പിടിച്ച് അവിടെ തന്നെ തങ്ങി നിന്നു. പീഡനം വന്നപ്പോൾ ചിലരെ യഹൂദിയിലേക്കും ചിലരെ ശമരിയിലേക്കും മറ്റു ചിലരെ ഭൂമിയുടെ അറ്റത്തോളവും ചിതറിച്ചു. പീഡനത്താൽ യെരുശലേം സഭ ക്ഷീണിതയായി. സഭയിൽ ദാരിദ്ര്യവും വന്നു ഭവിച്ചു. തൻ്റെ 3-ാം പ്രേക്ഷിത യാത്രയിൽ പൗലോസ് ഈ സഭയ്ക്ക് വേണ്ടി ഒരു ധർമ്മശേഖരം നടത്തിയിരുന്നു. ഇത് വിപ്ലവകരമല്ലേ? പൂർവിക സഭയ്ക്ക്, അതെ, അമ്മ സഭയ്ക്ക്, മാതൃസഭയ്ക്ക് കൊച്ചു മക്കൾ സഹായം ചെയ്യുന്നു. തിരിച്ചാണല്ലോ സാധാരണ പതിവ്. കൊരിന്തിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് എങ്ങനെ കൊടുക്കണമെന്ന് കൊരിന്ത്യരെ ഉദ്ബോധിപ്പിക്കുകയാകുന്നു പൗലോസ് ഇവിടെ ചെയ്യുന്നത്. താൻ അവിടെ ചെല്ലുമ്പോൾ പണപ്പിരിവിന് സമയം ചെലവാക്കുവാൻ ഉദ്ദേശമില്ല എന്നും തൻ്റെ വരവിന് മുമ്പ് പിരിവ് പൂർത്തിയാക്കി താൻ ചെല്ലുമ്പോൾ അത് തന്നെ ഏൽപ്പിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. പണപ്പിരിവിന് ചെലവാക്കുന്ന സമയം കൂടി ദൈവവചനം പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കാൻ പൗലോസ് പറയുകയാണ്. എന്തൊരു തീഷ്ണതയില്ലേ! ഇന്നുള്ള പല വേലക്കാരും വചനം പഠിപ്പിക്കുന്നതിനോ പണപ്പിരിവിനോ ഏതിന് കൂടുതൽ സമയം വിനിയോഗിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതെ, ഈ കാര്യത്തിൽ വളരെയേറെ ആക്ഷേപവുമുണ്ട്. രണ്ടും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നാം ദൈവവചനം പഠിക്കുവാൻ കൂടുതൽ സമയം വിനിയോഗിക്കണം. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അത് ഓരോരുത്തരുടെയും ഉള്ളിൽ ക്രിയ ചെയ്യുകയും ഈ വിഷയവും അവർ അനുസരിക്കുവാൻ തയ്യാറാകുകയും ചെയ്യും. മക്കതോന്യ വിശ്വാസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയിലുള്ള സഭയെ ഉദ്ദേശിച്ചാണ്. അനുകരണീയമായ മാതൃകയില്ലേ? താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. അടുത്തതായി അവരുടെ ലക്ഷ്യവും കൊടുക്കുന്നതിനുള്ള രീതികളും പൗലോസ് വിവരിക്കുന്നു. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിചിത്രമായി തോന്നുന്നു. മഹാദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിൽ ഔദാര്യമോ? അവർ സമ്പന്നരായിരുന്നില്ല. അവർക്ക് ഉണ്ടായിരുന്നതിൻ്റെ മിച്ചമോ അധികമോ അല്ല അവർ കൊടുത്തത്. ആവശ്യത്തിലിരുന്നപ്പോൾ തങ്ങൾക്ക് അത്യാവശ്യമായിരുന്ന സാധനങ്ങൾ അവർ മറ്റുള്ളവർക്ക് കൊടുത്തു. ഒരു പിടി മാവ് മാത്രം ശേഷിച്ചപ്പോൾ. ഇങ്ങനെയുള്ള അവസ്ഥ ചിന്തിക്കാൻ പോലും പ്രയാസമല്ലേ? എന്നാൽ ദൈവകൃപ ഒരു വ്യക്തിയിൽ വ്യാപരിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. സരഫാത്തിലെ വിധവയുടെ ആ സംഭവം നാം ഓർക്കുന്നല്ലോ. ഏലിയാവ് അവളോട് പറയുകയാണ്, ആദ്യം എനിക്ക്
ഒരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക. അതെ, കൊടുക്കുന്നതിൻ്റെ നല്ലൊരു ഉദാഹരണം. അന്ന് ആ ചെറുബാലകൻ ആ ജനക്കൂട്ടത്തിനിടയിൽ തനിക്ക് വേണ്ടി കൊണ്ടുവന്നതായ 5 അപ്പവും 2 മീനും. അവൻ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നറിയാതെ തന്നെ തനിക്ക് അത്യാവശ്യമായിരുന്നത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ കൃപ ലഭിച്ചവനായി. അതെ, അതാണ് ദൈവകൃപ. 3ഉം 4ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താൽപ്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അവർ ശേഖരിച്ചതായ ദാനം ഒരു കൃപയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തുവിനുള്ളവ പങ്കുവയ്ക്കുകയായിരുന്നു. ആരും ബുദ്ധിമുട്ടിയല്ല കൊടുത്തതെന്ന് ചുരുക്കം. അവർക്ക് അന്യോന്യം ഉണ്ടായിരുന്ന സ്നേഹം മനസ്സിലാക്കുവാൻ നമുക്ക് വലിയ പ്രയാസം തന്നെയാണ്. സഭയിൽ ഇന്ന് സാമൂഹ്യമായുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെയേറെ നാം പറയാറുണ്ട്. ഒരു വിഭാഗം അത് ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തതിനാൽ അല്ലെങ്കിൽ തെറ്റായ വിധത്തിൽ ചെയ്യുന്നതിനാൽ കൂടുതൽ ആത്മീയരെന്ന് പറയുന്നവർ ആ കാഴ്ചപ്പാടേ നഷ്ടപ്പെട്ടവരായി. സുവിശേഷ വിഹിത സഭകളിൽ സാമൂഹിക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും. അതിനാൽ ഇപ്പോൾ അതുമില്ല ഇതുമില്ല എന്ന സ്ഥിതിയാണ്. ഉള്ള പണം മിച്ചവും. സുവിശേഷ വേലയ്ക്ക് പണം കൊടുക്കണമെന്നത് വാസ്തവമാണ് എന്ന് കണ്ട് സ്വന്തം സ്ഥലത്ത് ആവശ്യത്തിലിരിക്കുന്ന വിശ്വാസികളെ നാം അവഗണിക്കാമോ? ഞാൻ വിശ്വാസികളായിട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞതെന്ന് ഓർക്കണം. ദൈവമക്കളായി തീർന്നിട്ടില്ലാത്തവർക്ക് കൊടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസികളായവർ തങ്ങളുടെ ആവശ്യങ്ങൾ സഭയിൽ അറിയിക്കുവാൻ മടി കാണിക്കുന്നു എന്നതൊരു വാസ്തവമാണ്. അതിനും കാരണമുണ്ട്. അഥവാ അവർ എങ്ങാനും പറഞ്ഞാൽ അത് നാട്ടിലെല്ലാം പാട്ടാകും. അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം എന്ന ചിന്ത. തങ്ങളുടെ സഭയിൽ നിന്നും ഒരു സഹായം അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അഥവാ അങ്ങനെ വല്ലതും ലഭിച്ചാൽ അതെന്നെന്നും ഒരു മാനഹാനിക്ക് കാരണമാകും. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ പറയും. ഇത് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില കമ്മിറ്റികളിൽ ഞാൻ ഇതുപോലൊരു ആവശ്യത്തെക്കുറിച്ച് പറയും. അവിടെ പേര് വെളിപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കില്ല. ഉടനെ എല്ലാവർക്കും അറിയണം ഇതാരാണ് എന്ന്. കമ്മിറ്റിക്കാർ അത് രഹസ്യമായി വെക്കുകയുമില്ല. അവരുടെ ഭാര്യമാരിൽ ചിലർ അറിഞ്ഞു കഴിഞ്ഞാലത്തെ കാര്യം പറയുകയും വേണ്ട. ഈ കൊടുക്കുവാനുള്ള കൃപ വാസ്തവത്തിൽ നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. പൗലോസ് പറയുന്നത് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത്രേ. ഒന്നാമത് അവർ തങ്ങളെ തന്നെ ദൈവത്തിന് നൽകി. അത് അടിസ്ഥാനപരമാണ്. രണ്ടാമതായി അവർ തങ്ങളെ തന്നെ ക്രിസ്തുവിൻ്റെ വേലയ്ക്കായി നൽകി. അതിനുവേണ്ടി അവർ തങ്ങളെ തന്നെ വിറ്റു എന്നതത്രേ വാസ്തവം. അവർ ദൈവഹിതപ്രകാരം തങ്ങളെ തന്നെ പൗലോസിൻ്റെ വേലയ്ക്കായി, അതായത് ദൈവവചനം മറ്റുള്ളവർക്ക് എത്തിക്കുന്നവൻ്റെ ശുശ്രൂഷയിൽ ഭാഗവാക്കുകൾ ആയി. അതെ, അവർ തങ്ങളെ തന്നെ ദൈവത്തിന് നൽകി. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അവർ പുനരുത്ഥാനത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമൊക്കെ അവർക്കെഴുതി. 15-ാം അധ്യായത്തിൽ നാം അത് കാണുന്നല്ലോ. പൗലോസ് സഹോദര, സ്വർഗത്തെക്കുറിച്ച് വല്ലതുമൊക്കെ കൂടി ഞങ്ങളോട് പറഞ്ഞാലും എന്ന് അവർ പറയുവാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ പൗലോസ് അവരെ ആകെ പിടിച്ച് കുലുക്കിക്കളഞ്ഞു. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവൻ അവരോട് പറഞ്ഞത്, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എന്നത്രേ. വളരെ പ്രായോഗികമായ ചില കാര്യങ്ങളാണ് അവരോട് സംസാരിക്കുവാൻ അവൻ ആഗ്രഹിച്ചത്. നേരത്തെ പറഞ്ഞതൊന്നും പ്രായോഗികമല്ല എന്നല്ല. അവൻ്റെ ഈ 2-ാമത്തെ കത്തിൽ അവൻ പറയുന്നത് അവർ പിറുപിറുപ്പോടെ കൊടുക്കരുത് എന്നത്രേ. മക്കദോന്യയിലെ വിശ്വാസികൾ തങ്ങളുടെ മഹാദാരിദ്ര്യത്തിൽ സന്തോഷ സമൃദ്ധിയോടെയാണ് കൊടുത്തത്. എന്തൊരു ചിത്രം! സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഇത് ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്നു. ഇതൊരു കൂട്ടായ്മയാണ്. അവർ തങ്ങൾക്കുള്ളത് പങ്കുവച്ചു. അവർ അവരുടെ ആത്മീക അനുഗ്രഹങ്ങൾക്കെല്ലാം കടപ്പെട്ടിരുന്നത് യെരുശലേമിലെ മാതൃസഭയോടായിരുന്നു. ഇപ്പോൾ തങ്ങളുടെ ഭൗതിക അനുഗ്രഹങ്ങൾ കഷ്ടത്തിൽ ഇരിക്കുന്ന മാതൃസഭയ്ക്ക് നൽകുക അല്ലെങ്കിൽ പങ്കുവെക്കുകയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസ് എഴുതുന്നു, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം.
അത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ വചനം പഠിപ്പിക്കുന്നവന് ശമ്പളം കൊടുക്കണം എന്നത്രേ. നിങ്ങൾ ആത്മീക അനുഗ്രഹം പ്രാപിക്കുന്ന സ്ഥലത്തെ ശുശ്രൂഷകളെ കൈത്താങ്ങണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ പഠനം ശ്രദ്ധിച്ചതിന് ശേഷം ശുശ്രൂഷയെ കൈത്താങ്ങുന്ന അനേകം ആളുകളുണ്ട്. അതെ, അവർ നൽകുന്നതൊക്കെയും തക്ക സ്ഥാനങ്ങളിൽ എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട്. അത് ഇവിടെ ഞങ്ങൾ ചെലവഴിക്കാറില്ല. ഈ വചനം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിക്കുവാൻ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുകയാകുന്നു. അങ്ങനെ നാം പഠിക്കുന്ന വചനം മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി, അവരും പഠിച്ച അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടി നാം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഔദാര്യമായി നൽകുകയും വേണം. എന്നാൽ നാം കൊടുക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം. ദേവാലയത്തിൽ വഴിപാട് സമർപ്പിച്ചവരെ യേശു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു. എനിക്ക് തോന്നുന്നു അവൻ ഇന്നും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന്. ധനികരായ ആളുകൾ വന്ന് വലിയ വലിയ തുകകൾ അർപ്പിച്ചു. എന്നാൽ പാവപ്പെട്ട ദരിദ്രയായൊരു വിധവ വന്ന് 2 കാശിട്ടു. കർത്താവ് പറഞ്ഞു, മറ്റാരേക്കാളുമേറെ അവൾ അർപ്പിച്ചുവെന്ന്. അവൾ അവളുടെ ഇല്ലായ്മയിൽ നിന്നാണ് കൊടുത്തത്. അവൾക്കുള്ളത് മുഴുവൻ കൊടുത്തു. ആ ദേവാലയത്തിലെ സമ്പത്തുമായി തുലനം ചെയ്യുമ്പോൾ ആ ചില്ലിക്കാശുകൾ ഒന്നുമില്ല എന്ന് മറക്കരുത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാകുന്നു അവരോട് പറഞ്ഞത്. ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്. ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. ആരോ പറഞ്ഞു, കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും കൈമലർത്തി കാണിക്കും. അവിടെയാണ് വാസ്തവത്തിൽ കൂടുതലും പിശുക്ക് കാണുന്നത്. അല്ല, ഇന്ന് 10 പൈസയും 5 പൈസയും കാണണമെങ്കിൽ സ്തോത്രകാഴ്ച സഞ്ചിയിൽ നോക്കിയാൽ മതിയല്ലോ. വേറെ എങ്ങും അത് ലോകത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ അപൂർവ സാധനങ്ങളെ നാം അർപ്പിക്കുന്നതും വലിയ കാര്യമായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. അതെ, ഇന്ന് കൊടുക്കുന്നത് എത്ര എന്നല്ല, നാം നമുക്കായി സൂക്ഷിക്കുന്നത് എത്ര എന്നാണ് ദൈവം നോക്കുന്നത്. മക്കതോന്യയിലെ വിശ്വാസികൾ തങ്ങളെ തന്നെ ദൈവത്തിന് നൽകി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിന് താങ്കളെ കിട്ടിയിട്ടില്ല എങ്കിൽ അവന് താങ്കളിൽ നിന്നും ഒന്നും വേണ്ട. കിട്ടിയത് കൊണ്ടൊട്ട് പ്രയോജനവുമില്ല. കൈകൾ കർത്താവിന് നൽകിയിട്ടില്ലെങ്കിൽ ആ കൈകളിൽ ഉള്ള ദാനം അവൻ ആവശ്യമില്ല എന്ന് നാം ഓർക്കണം. 6-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. മക്കതോന്യരെ ഉത്തേജിപ്പിച്ച ദൈവിക കൃപ കൊരിന്ത്യരെയും ഉത്തേജിപ്പിക്കണമെന്ന് പൗലോസ് പറയുന്നു. ഒരാളിൻ്റെ മാറ്റുരച്ചു നോക്കുന്ന ഉരകല്ലാണ് അവൻ്റെ ഔദാര്യ ദാനം, അവൻ്റെ പേഴ്സ് തുറക്കുന്നത്. ഒരു ആരാധനയിൽ 3 പുസ്തകങ്ങൾ വേണമെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 1 ബൈബിൾ, 2 പാട്ടുപുസ്തകം, 3-ാമത്തേത് പോക്കറ്റ് ഡയറി. ദൈവിക ആരാധനയുടെ ഒരു ഭാഗമാണ് ഔദാര്യദാനം. കൊടുക്കുന്നതിനുള്ള കൃപ പ്രാപിച്ചിട്ടില്ലെങ്കിൽ കർത്താവേ അത് നൽകണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഔദാര്യ ഹൃദയം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ആ ആത്മാവ് നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതൊരു വലിയ വരമാണ്. ഈ വരം പലരും ആഗ്രഹിക്കുന്നില്ല എന്നത് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാസ്തവമാണ്. എന്തുകൊണ്ട് ആത്മികരെന്ന് അഭിമാനിക്കുന്ന അനേകരും ഈ വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? കൊടുക്കുവാനുള്ള ദൈവകൃപ. ദൈവനാമ മഹത്വത്തിനായി കൊടുക്കുവാനുള്ള വരത്തിനായി നാം ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വകകൾ, അതായത് അവൻ ഉടമസ്ഥനായി കൈകാര്യം ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വകകൾ നാം ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ ദൈവകൃപ ആവശ്യമാണ്. ഇന്ന് നാം കേട്ടതായ ഈ പഠനം നമ്മുടെ ജീവിതത്തിലെ പല തെറ്റിദ്ധാരണകളെയും തിരുത്തുന്നതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ട് ഫലകരമായി ജീവിപ്പാൻ, പ്രത്യേകിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വകകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.